അപ്പൊ എങ്ങനെ പ്രണയിക്കണം, വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇത്രയും പറഞ്ഞവരുടെ പൊരുത്തം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അത് എഴുതണം. പരസ്പരം കാണിക്കല്ലോ കേട്ടോ. ഇത് കോപ്പി അടിച്ച പോലെ ഒന്നും അടിക്കില്ല എൻ്റെ അകത്ത്. അപ്പൊ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. പ്രജിന്റെ ബർത്ത്ഡേ ഡേറ്റ്? പിന്നെ പ്രജിന് എഴുതണം. പിന്നെ മണിക്കുട്ടി നിന്നോ? സമയായോ? പ്രജിന് ആലോചിക്കട. എന്റെ എന്നാലും ഇവിടെ കാണിക്കാം. കാണിക്ക. ഞങ്ങളുടെ ക്യാമറയും കൂടെ നോക്കി കാണിച്ചോ. അത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ ഇത് ഇങ്ങനെ വേണം പൊരുത്തം. ഫസ്റ്റ് തന്നെ ഇട്ട് നല്ല പൊട്ടി. ഇവളതല്ലേ എഴുതണ്ടേ? അല്ല, കാണുന്നു പറയും നീ ഇത്രയൊക്കെ സംസാരിച്ചിട്ട് നീ. അപ്പൊ പ്രജിന് ഞാൻ എഴുതി കറക്റ്റ് അല്ലേ? നോക്കൂ. കറക്റ്റ് അല്ലേ? അപ്പൊ ഒരു കൈയടി. ആര്യക്ക്. ഇനി ഞാൻ ചോദിക്കുന്നത് ഇച്ചിരി ടഫ് കേട്ടോ. നിങ്ങൾ ചിലപ്പം അറിയാവുന്ന എനിക്കറിയത്തില്ല, പക്ഷെ അറിഞ്ഞ 10,000 രൂപ തരുന്നത്. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ, ഫോൺ പേ ഇല്ല. ഫസ്റ്റ് കിസ് ഒന്നെങ്കിൽ ഇവിടെ വെച്ചായിരുന്നു എഴുതാം, അല്ലെങ്കിൽ ഡേറ്റ് എഴുതാം. റജിൻ എന്നാലും ഇവിടെ വെച്ച ഞാൻ വേണ്ട, ഞാനങ്ങ് എഴുതാം. വേണ്ട, അയ്യോ ഫസ്റ്റ് ആണല്ലേ? വേണ്ട, മൂന്നാമത്തെ എഴുതിക്കും ഞാൻ. ഫസ്റ്റ് കിസ് വേണം. ഫസ്റ്റ് കിസ് കാണിക്കല്ലേ? ആയിരിക്കും. ഒരു ചാനലും കൊടുക്കാത്തതാണ് 10,000 രൂപ. രണ്ടുപേരും എഴുതിയോ? കാണിച്ചേ. വൈകുന്നേരം പോയി. അല്ല, അവിടുന്നല്ല പൊട്ടാസേ. കാണിക്ക. ഇതാണ് സത്യം. സരോവരം അല്ല, ആര്യമോളെ വീട്ടിൽ. അല്ല അല്ല അല്ല, എനിക്ക് 101% ഉറപ്പാ. കാരണം സരോവരത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തേ. അത് കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ടായിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന്, കല്യാണത്തിന്റെ 3 മാസം മുന്നേ ആയിട്ട് വീട്ടിൽ വന്ന്. ഒരിക്കലല്ല. എന്നാ പറയൂ. സരോവരം ഇവള് കാലിക്കറ്റ് വന്നതിന് ശേഷം. ആണോ? കാലിക്കറ്റിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കും ആർക്ക് 10,000 വേണം. എടാ, അതിന് മുന്നേ നമ്മൾ സരോവരത്ത് വെച്ച് മീറ്റ് ചെയ്തു. ഇതെന്താന്നറിയോ? ഇത് ഏട്ടന്റെ വാദം തെളിയിക്കാൻ വേണ്ടിട്ട് വെറുതെ ഫൈറ്റ് ചെയ്യാം. വീട്ടിൽ വെച്ചിട്ടല്ല, എനിക്ക് 101% ഉറപ്പാ. ഞാൻ ഉറപ്പിക്കുക. കാരണം എന്റെ വീട്ടിൽ വെച്ചിട്ടല്ല, എനിക്ക് ഓർമ്മ ഉണ്ടാവത്തില്ലേ? അത് ഓൾക്ക് ഇപ്പൊ പറയാൻ ചടപ്പായിട്ടോ. എനിക്ക് നല്ല ബോധമുണ്ട്. എന്റെ അമ്മ സത്യമായിട്ട് സരോവരത്ത് വെച്ചിട്ട് നല്ല ഓർമ്മയുണ്ട്. സരോവരത്ത് കേട്ടാ അയ്യോ അങ്ങനത്തെ അല്ലല്ല, സരോവരം കുഴപ്പമില്ല. മറ്റേ ഞങ്ങൾ ഒരുമിച്ച് ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്ത് പുറത്തു പോയതൊക്കെ സരോവരത്ത് നിന്നാ. കാരണം ഞാൻ നിൽക്കുന്ന ഇവിടെ അല്ലേ, അരടുത്ത് പോലെ ഹോസ്റ്റലിലായിരുന്നു ഞാൻ നിന്ന്. ഞങ്ങൾ ആദ്യമായിട്ട് പുറത്തുനിന്ന് കാണുന്ന സരോവരത്ത് വെച്ചിട്ടാ. ഓക്കെ, ഇനി ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ തരാം. സരോവരത്തിലാണ് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? ഉറപ്പിക്കാം. അതിൽ ആദ്യം ഉമ്മ കൊടുത്തതാരാ? അത് പ്രജേട്ടൻ. അതിനെന്തുവാ? അന്നൊക്കെ ഭയങ്കരായിരുന്നു. അന്നൊക്കെ ഉമ്മ തരാൻ ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. ഇപ്പൊ ഒരു 10 ഉമ്മ ചോദിച്ച ഒരെണ്ണം കിട്ടിയാലായി. വെറുതെ പറയണം. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും 10,000 ഇല്ല. വേണ്ട, നിങ്ങൾ എടുത്തോ. എന്നാലും ഇങ്ങനെ ഓക്കെ. അടുത്തത് പറയട്ടെ. പറഞ്ഞു എന്തുവാ ചേട്ടാ? ഓക്കെ, ഫസ്റ്റ് ഗിഫ്റ്റ് എന്താണോ? എന്താണ്? അല്ലെ ആർക്ക് കൊടുത്തു? ഫസ്റ്റ് ആയിട്ട് ഇപ്പം പ്രണയിക്കുമ്പോഴാണെങ്കിൽ പോലും കൊടുക്കുമല്ലോ നമ്മൾ. അതിൽ ഫസ്റ്റ് ഗിഫ്റ്റ് ആർക്കും കൊടുത്തു? എന്ത് ഗിഫ്റ്റ് എഴുതണം? സാധനം എഴുതണം. അത് അവള് തന്നത് ഞാനല്ല എഴുതണ്ട. അതെ, പ്രജിയേട്ടൻ തരുന്നത് ആള് എഴുതണം, ആള് തരുന്നത് പ്രജി എഴുതണം. എന്നാ ശരി. അയ്യോ, എന്റെ ഇത് തികയില്ല. എനിക്കൊരു ലോഡ് ഗിഫ്റ്റാ കിട്ടിയത്. എനിക്കൊരു പോസ്റ്റ് വഴി ഒരു വലിയൊരു കാർട്ടൺ നിറച്ചും ഡ്രസ്സ്, ഓർണമെന്റ്സ്, പെർഫ്യൂംസ്, പിന്നെ ക്രിസ്റ്റലിന്റെ മറ്റേ കപ്പിൾസ് നിൽക്കുന്ന നമ്മൾ പണ്ടൊക്കെ കാണാറില്ലേ, എല്ലാം കൂടെ ഒരു ഫുൾ പാക്ക് ആയിട്ട് പാലക്കാട്ടേക്ക് ഡെലിവറി തന്നായിരുന്നു. ആര്യ പ്രജിന് വന്നതോ? എനിക്ക് ഗ്രീറ്റിംഗ് കാർഡ്. അത് ഒരു തുറക്കുമ്പോ ഒരു റിംഗ് ഇങ്ങനെ കയ്യിലേക്ക് പോകും. ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിച്ചതാ. എല്ലാം കൂടെ അങ്ങ് തരാം. ഓക്കെ, ഇഷ്ടപ്പെട്ട മൂവി? എനിക്ക് പ്രജിന് ഇഷ്ടപ്പെട്ട പ്രജിന് എഴുതണം, പ്രജിന് ഇഷ്ടപ്പെട്ടത് ആര്യ എഴുതണം.
ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഏട്ടന് ഒരുപാട് സിനിമ ഇഷ്ടാ. ഇനിയിപ്പോ അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എഴുതി കഴിഞ്ഞോ? ആ ഇതൊക്കെ വൻ ടഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അപ്പൊ നമുക്ക് കാണിക്കാം. ഓക്കെ, കാണിച്ചോ. മുതൽവൻ ആണോ? ഏട്ടൻ ഭയങ്കര അർജുൻ ഫാനാ. അർജുൻ സർജയുടെ ഭയങ്കര ഫാനാ. അപ്പൊ ഈ സിനിമ കാണാത്തതിന് എന്നോട് ഒരു ദിവസം തെറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഇത്ര ഓർമ്മ. ആര്യ പ്രണയിക്കുന്ന തന്നെ വീഡിയോ കണ്ടിട്ടാണല്ലോ, അല്ലെ പ്രജിന്റെ ഡാൻസിന്റെ ഇഷ്ടപ്പെടാണല്ലോ? അല്ല അല്ല, എനിക്ക് അറിയില്ലായിരുന്നു പ്രജയുടെ ഡാൻസർ എന്നല്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതായിട്ടൊരു ബന്ധമില്ല. എല്ലാം കഴിഞ്ഞപ്പോഴേ എനിക്കെല്ലാം. എന്നാലും പിന്നെ ഡാൻസർ ആണെന്ന് അറിഞ്ഞപ്പം ഡാൻസ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയല്ലോ. ആ പ്രജിന്റെ ഇഷ്ടപ്പെട്ട ഡാൻസ് ഏതാ? എഴുതിക്കോ, പറയണ്ട. ഇങ്ങനൊന്നും നീ ആരോട് ചോദിക്കില്ലെന്നല്ലേ? സത്യം. എന്തോരം ഡാൻസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ ഏതാ പറയാ? പ്രജിൻ എഴുതിയോ? കാണിക്കല്ലേ, കാണിക്കല്ലേ കേട്ടോ. ഇല്ലില്ല. റെഡി? തെറ്റാ കാണിച്ചോ? മതിമുഖിയല്ലേ? ആ മതി. ഇത് ഒന്നൊന്നര പൊരുത്തു കേട്ടോ. ഇതൊക്കെ ഷോക്കേജ് കൊണ്ടുപോകണം. ഉമ്മ മാത്രമേ തെറ്റിട്ടുള്ളൂ. ഇതൊരുമാതിരി കോണത്തിലെ ചോദ്യം. ഇതൊക്കെ അതിനത് കറക്റ്റ് അറിയാം. അത് കിട്ടത്തില്ല. നോക്കുന്ന അതിന് 10,000 രൂപ വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആര്യക്ക് കൊടുക്കാം കേട്ടോ. ആര്യക്ക് ഇഷ്ടമുള്ള ഫുഡ്. എനിക്കിഷ്ടമുള്ള ഫുഡാ ഞാൻ എഴുതണം. അപ്പൊ ഇനി ഇത്ര നേരം തൂറ്റിരുന്നിട്ട് നേരെ തിരിച്ചെഴുത്. ആര്യക്ക് ഇഷ്ടമുള്ള ഫുഡ് ആര്യക്ക് പോലും അറിയത്തില്ല. റെഡി? കാണിച്ചേ. ബിരിയാണി. അയ്യട്ടാ, എനിക്ക് മീൻ പൊരിച്ചും ചോറും ഇഷ്ടം. എന്റെ പൊന്നെ. ഇനി നേരെ പ്രജിന് ഇഷ്ടപ്പെട്ട ഫുഡ്. അതൊക്കെ നന്നായിട്ട് അറിയാം. എന്തോ ഒരു കഷ്ടം. ഞാൻ ഇതണ്ടേ? അതെനിക്ക് ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് അറിയാതിരിക്കുവോ? കാണിച്ചോ. ഇത് കൂടുതലുണ്ട്. മെയിൻ ഗീ റൈസ്. ഗീ റൈസ്. ഗീ റൈസ് ചിക്കൻ സ്റ്റൂ. ചിക്കൻ സ്റ്റൂ. ഞാൻ സ്ഥലം ഇല്ലാത്തോണ്ട് ഏതാ ഞാൻ. പ്രപ്പോസ് ചെയ്ത ഡേറ്റ്. അതറിയാം. പ്രപ്പോസ് ചെയ്ത ഡേറ്റാ? കാണിച്ചേ. മെയ് 6. കറക്റ്റ്. അന്നായിരുന്നു എന്റെ ചേച്ചിയുടെ കല്യാണം. അതെനിക്ക് ഇത്ര ഓർമ്മ. പ്രജിന് ട്രാവൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ചെയ്യാനേ ഇഷ്ടം. അതിലൊരു കാര്യമുണ്ട്. ഏട്ടന് ട്രാവലിംഗ് ഒട്ടും ഇഷ്ടമല്ല. ട്രാവൽ സിക്നസ് ഉള്ള ആളാ. സത്യമായിട്ടും ഒട്ടും ഇഷ്ടമല്ല. പിന്നെയും പോവുകയാണെങ്കിൽ പറയല്ലേ. എന്താ? ഗുരുവായൂർ. ഗുരുവായൂർ. ഗുരുവായൂർ അടിപൊളി. ഗുരുവായൂർ പറഞ്ഞപ്പോ ഗുരുവായൂരിലെ ആ വീഡിയോ അടിപൊളിയായിരുന്നു കേട്ടോ. സീരിയലാണോ ഉദ്ദേശിച്ചത്? സ്വാന്തനം 2 അടിപൊളിന്ന് വെച്ചാ മാറ്റി നിർത്താനേ പറ്റത്തില്ല. പക്ക കാസ്റ്റിംഗ് എല്ലാം സൂപ്പർ. അതിനൊരു കാരണം ജീവിതത്തിലെ പോലെ തന്നെ കറക്റ്റ് ഒരു കൃഷ്ണനായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വൈഫിന്റെ ഡ്രീം. എനിക്ക് പോലും സ്വന്തമായിട്ടില്ല. പിന്നെ നീ എന്തോ ചോദ്യമാണ് ചോദിക്കുന്നത്. എനിക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വയ്യ. എന്നാലും ഞാൻ ചുരുക്കി. ഇപ്പൊ ഏതാ രാജ്യം മറന്നല്ലോ. ഡ്രീം ഉദ്ദേശിക്കുന്ന എങ്ങനെയാ? എന്റെ എയിം ആണോ അല്ലെങ്കിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണോ ജീവിതത്തിലെ? ഏറ്റവും വലിയ ആഗ്രഹം. അയ്യോ, അത് ഞാൻ ചുമ്മാ പറയണം. രാജ്യം ഓർമ്മയില്ലല്ലോ. എഴുതിയോ? രാജ്യം തെറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്. പറഞ്ഞത് അയ്യോ എഴുതണ്ട. ഓക്കെ, കാണിച്ചോ. ഞാൻ മറ്റേ കുറെ എഴുതണം. ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ലണ്ടൻ, പാരീസ്, ലണ്ടൻ ഏകദേശം അടുത്തടുത്തായിട്ട് വരുമല്ലോ. അല്ല, ആള് പറഞ്ഞത്
എനിക്ക് ഓർമ്മ, രാജ്യം പാരീസ് ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. ആ പാരീസ് പറഞ്ഞ അവിടെ ഉള്ള ഏതോ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ മുകളില് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ബിക്കിനിട്ടൊന്ന് ബിക്കിനിട്ടൊന്ന് നല്ല വിശാലമായിട്ട് ആ രാജ്യം കണ്ടു. അതെന്തെന്നറിയോ, ഈ നമ്മള് ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് മറ്റേ പൂളില്ലേ, അടിയിന്ന് നമ്മളിങ്ങനെ ഇതാക്കുമ്പോ താഴേക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെ അതല്ല. അപ്പോ ആ പൂളില് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊന്ന് എന്താ പറയാ, എന്റെ സ്വന്തം ലക്ഷറീസ് ആയിട്ട് ബിക്കിനിട്ടൊന്ന് കിടക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, എന്റെ ഒരു ഫാന്റസി എന്നുള്ള രീതിക്ക് പറയാം. സാധിക്കട്ടെ ഉടനെ അല്ലേ? അപ്പം ഇതില് വിജയിച്ചതാരാ? ഞാൻ ഓഫ് കോഴ്സ്. ഉറപ്പാ? ആകെ എന്നെ കുറിച്ച് ചോദിച്ച ഒരു ചോദ്യം, എന്റെ ഇഷ്ടപ്പെട്ട ഫുഡ്, അത് തെറ്റിച്ചില്ലേ? ബാക്കി ഞാൻ ആകെ തെറ്റിച്ച ഉമ്മയാ. അത് രണ്ടുപേർക്കും പങ്കുണ്ടായില്ല. ബാക്കിയെല്ലാം ഞാൻ കറക്റ്റ്. താങ്ക് യു സോ മച്ച്. ഗൂഗിൾ പേയിൽ ഒരു ഹായ് അയക്കണം. സമ്മാനം ഉണ്ടോ? 25,000 രൂപ കേട്ടോ. ആണോ? ആണോ?